സിനോ തോമസ്, ഗുഡ് ഈവനിംഗ്. നിജസ്ഥിതി നാടിനറിയണം. പക്ഷേ ഇവിടെ ആരോപണ വിധേയയായ റിമാൻഡിലടക്കം കഴിഞ്ഞയാളെ പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് വീണ്ടും ഒരു സംരക്ഷണ കവചം ഈ പ്രസംഗത്തിൽ കൊടുക്കുന്നത് എന്തിനാണ്? സുജയ, അതായത് ഈ വിഷയത്തിന്റെ തുടക്കം മുതൽ തന്നെ പി ദിവ്യയ്ക്ക് അനുകൂലമായ അല്ലെങ്കിൽ പി ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി സ്വീകരിക്കുന്നതെന്ന ഒരു വിമർശനം ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ പരസ്യമായി രംഗത്ത് വന്നത്. നവീൻ ബാബുവിന്റെ കുടുംബവും രംഗത്ത് വന്നത് അതുകൊണ്ട് തന്നെയാണ്. മന്ത്രി കെ രാജനും വീണ ജോർജ് ഒക്കെ തന്നെ കർശന നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചത്. പക്ഷേ ഒടുവിൽ ഈ പൊതുസമൂഹത്തിന്റെ എതിർപ്പും ഒപ്പം തന്നെ ഈ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ എതിർപ്പും ഉപതെരഞ്ഞെടുപ്പൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പാർട്ടിക്ക് ഒരു നടപടി എടുക്കേണ്ടി വന്നത്. ആ നടപടി എടുത്ത ഘട്ടത്തിൽ MP ജയരാജന്റെ വാർത്താക്കുറിപ്പിൽ തന്നെ പറഞ്ഞത് പാർട്ടിയുടെ യശസ്സിനെ കളങ്കം വരുന്ന രീതിയിൽ പി ദിവ്യ പെരുമാറിയതുകൊണ്ട് പാർട്ടിയുടെ സ്ഥാനത്ത് നിന്ന് നീക്കുന്നുവെന്നായിരുന്നു ആ വാർത്താക്കുറിപ്പ്. പക്ഷേ ആ വാർത്താക്കുറിപ്പിലെ വരികളോ ആ വാക്കുകളോ പോലും MP ജയരാജൻ ഈ പാർട്ടി പരിപാടിയിൽ, അതായത് പെരിങ്ങോം ഏരിയ കമ്മിറ്റി പൊതുസമ്മേളന വേദിയിൽ വെച്ചാണ് MP ജയരാജൻ ഈ പ്രസംഗം നടത്തുന്നത്. ആ വേദിയിൽ അങ്ങനെ ഒരു കാര്യം വിശദീകരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല. അതായത് ഇപ്പോഴും പി ദിവ്യയെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ കരുതലോടുകൂടി മുന്നോട്ട് നീങ്ങുന്ന രീതിയിലാണ് CPM കണ്ണൂർ ജില്ലാ നേതൃത്വം ഈ വിഷയത്തിൽ മുന്നോട്ട് നീങ്ങുന്നത്. അവിടെ പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം പി ദിവ്യയോ അല്ലെങ്കിൽ നവീൻ ബാബുവിനെയോ തള്ളേണ്ടതോ അല്ലെ കൊള്ളേണ്ടോ സാഹചര്യമില്ല. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് ചില ആളുകൾ പറയുന്നു, കൈക്കൂലി വാങ്ങുന്ന ആളല്ലെന്ന് മറ്റു ചിലർ പറയുന്നു. ഏതായാലും നിജസ്ഥിതി പുറത്തു വരണമെന്ന് പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം അദ്ദേഹം പറയുന്നു പി ദിവ്യയുടെ പ്രസംഗം മരണത്തിന് കാരണമായി ഒന്ന് അന്വേഷിക്കുന്നുണ്ട്, അതിന് നിജസ്ഥിതിയും പുറത്തു വരേണ്ടതാണ്. പക്ഷേ ആത്മഹത്യാക്കുറിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുകൂടി MP ജയരാജൻ ആ പ്രസംഗത്തിൽ പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് യഥാർത്ഥത്തിൽ സമൂഹം ഉൾപ്പെടെ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം നിൽക്കുമ്പോൾ ജില്ലാ കമ്മിറ്റി പി ദിവ്യയ്ക്ക് ഒപ്പം നിൽക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ഈ പ്രസംഗം എന്ന് പറയുന്നത്. നടപടി എടുത്തെങ്കിൽ കൂടി ഇപ്പോഴും പി ദിവ്യയ്ക്ക് ഒരു അനുഭാവപൂർണ്ണമായ നിലപാടാണ് പക്ഷേ സമഗ്ര അന്വേഷണത്തിലൂടെ പി ദിവ്യയുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് വ്യക്തമാക്കി പി ദിവ്യ തിരിച്ചു കൊണ്ടുവരിക, അതിനായിട്ടുള്ള ഒരു നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്ന സംശയങ്ങൾക്ക് അടിവരയിടുന്നതാണ് ഇപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ തന്നെ പ്രതികരണം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്.